നമസ്കാരം സർ. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമ്മുടെ ആശാ വർക്കർ സമരം 50-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. ഈ ഈ കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ഇവർ ഈ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ തവണയൊക്കെ രണ്ട് തവണയാണ് ആകെ ചർച്ച നടന്നത്. അപ്പം 50-ാം ദിവസത്തെ സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അവർ. മുടി മുറിച്ച് വരെ പ്രതിഷേധിക്കും എന്നാണ് അവർ അറിയിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്തൊക്കെയാണ്? ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാർ ഈ സമരത്തോടൊന്നല്ല, സമരത്തോട് പുച്ഛമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അസഹിഷ്ണുതയാണ്. തങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ, തങ്ങളുടെ ഗവൺമെന്റിന് നേരെ വരുന്ന സമരങ്ങളോട് കൃത്യമായ അസഹിഷ്ണുതയാണ് ഈ സർക്കാരിനുള്ളത്. എല്ലാ സമരങ്ങളെയും അടിച്ചൊതുക്കുന്ന പോലീസിനെയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളെയോ ഉപയോഗിച്ച് ആ സമരങ്ങളെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏത് സമരത്തെയാണ് ഈ ഈ സർക്കാരും ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും തള്ളിപ്പറയാത്തത്? ഏത് സമരത്തിന്റെ പിന്നിലാണ് തീവ്രവാദികളുടെ പിന്തുണയുണ്ട് എന്ന് ഈ സർക്കാർ ഭരണകൂടം പറയാത്തത്? ഈ ഭരണകൂടത്തെ നേതൃത്വം നൽകുന്ന പാർട്ടി പറയാത്തത്? ഏത് സമരം നിങ്ങൾ എടുത്തു നോക്കൂ. സെക്രട്ടേറിയറ്റ് നടത്തിയ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പോലും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ CPM നേതാക്കളെ ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ സമരങ്ങളോട് അസഹിഷ്ണുതയുള്ള ഒരു സർക്കാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആശാ വർക്കർമാരുടെ സമരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര നീചമായാണ് ആ സമരത്തോട് ഈ ഗവൺമെന്റ് പെരുമാറിയിരിക്കുന്നത്. എന്താണ് ഈ ഗവൺമെന്റിന്റെ സമീപനം ആ സമരത്തോട്? ആ സമരം തീർക്കാൻ ക്രിയാത്മകമായി എന്ത് നിർദ്ദേശം മുന്നോട്ട് വെക്കാനാണ് ഈ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്? ആ സമരക്കാരെ ആക്ഷേപിക്കാനല്ലാതെ, ആ സമരക്കാരുടെ പിന്നിൽ തീവ്രവാദികൾ ഉണ്ടെന്ന് പറയാനല്ലാതെ, ആ സമരത്തെ ഒന്ന് അഡ്രസ് ചെയ്യാൻ ഏതെങ്കിലും ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോ ആ പാർട്ടിയോ തയ്യാറായിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് പാവങ്ങളുടെ പാർട്ടിയാണ്, പട്ടിണിക്കാരുടെ പാർട്ടിയാണ്, അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ്, തൊഴിലാളികളുടെ പാർട്ടിയാണ്. ഇങ്ങനെ നാഴികക്ക് 40 വട്ടം ഞങ്ങൾ തൊഴിലാളികളോടൊപ്പമാണ് എന്ന് പറയുകയല്ലാതെ, ഒരു തൊഴിലാളി തങ്ങളുടെ ഒരു പ്രശ്നം ഉന്നയിച്ച് ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തെ ആക്ഷേപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ഇവർ കാണിക്കണ്ടേ? ആ സമരത്തെ ഇത്ര നീചമായി ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആക്ഷേപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ കാണിക്കാത്ത ഒരു ഭരണകൂടമല്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സമരത്തെ 50 ദിവസം പിന്നിടാൻ പോവുകയാണ്. ഇനി ഏറ്റവും കടുത്ത സമരമാർഗത്തിലേക്ക് അവർ കടക്കാൻ വേണ്ടി പോവുകയാണെന്ന് അവർ പറയുകയാണ്. അപ്പൊ ആ സമരത്ത് ഒരു ചർച്ച നടക്കുമ്പോൾ ആ ചർച്ച ഒരു ക്രിയാത്മകമായ ഇടപെടൽ പോലും ആ ചർച്ചക്കകത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ സമരം തീർക്കാൻ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം ഒന്ന് പരിഗണിക്കാൻ, അതൊന്ന് പരിശോധിക്കാൻ പോലും ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അവിടെയാണ് ഈ സമരത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, ഈ സമരം മുന്നോട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര ദിവസമായി ഓരോ ഇത് പിന്നെ പണിയില്ലാത്തവരുടെ സമരമാണ്, ഒരു പണിയില്ലാത്ത ആളുകളുടെ സമരമാണ്, ഇവിടെ വെറുതെ വന്നിരിക്കുന്നവരാണ്, ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആ സമരം ഏറ്റവും ശക്തമായ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ഒരു പ്രതീകമായി ആ സമരം മാറാൻ വേണ്ടി പോവുകയല്ലേ? ആ സമരത്തെ ഒന്ന് അഡ്രസ് ചെയ്യാൻ ഇന്ന് വരെ ആ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? അത് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ്. അവരുടെ ഗവൺമെന്റിനെതിരായുള്ള വിമർശനങ്ങൾ ഉണ്ടാവുമ്പോൾ അസഹിഷ്ണുതയാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ സമരം, ഒരു കാര്യം പറയാം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. കേരളത്തിലെ സ്ത്രീകളുടെ അവരുടെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെടുക തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങീ പറഞ്ഞതുപോലെ ഈ ഈ സമരം കൂടുതൽ സർക്കാരിനെതിരെയുള്ള ഒരു തുറുപ്പ് ചീട്ടായി പ്രതിപക്ഷ കക്ഷികൾക്ക് മാറിയിട്ടുണ്ടാകാം. പക്ഷെ വേണ്ട വിധത്തിൽ ഒരു സ്വീകാര്യത ഇപ്പോഴും പൊതുജനങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിലോ ഈ വിഷയത്തിന് ലഭിക്കാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇന്ന് ഇത് വാർത്തയാവുന്നത് 50-ാമത്തെ ദിവസം എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയല്ല. ഈ സമരത്തിന് കൃത്യമായി എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെയും, എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ, CPM ഒഴികെയുള്ള എല്ലാ ഈ തൊഴിലാളികളെ സ്നേഹിക്കുന്ന അത്തരമുള്ള ആളുകളുടെ എല്ലാവരുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട്. ഒരു തർക്കം ആ കാര്യത്തിലില്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്കനുസരിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങൾ സർക്കാർ വിലാസം മാധ്യമങ്ങളായി മാറിയിട്ട് കാലം കുറയായി. അവർക്ക് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകൾ പാടാൻ മാത്രമേ സമയം കിട്ടുന്നുള്ളൂ. സർക്കാർ അനുകൂല വാർത്തകൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്. പക്ഷെ CPM ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ കൃത്യമായി CPM-ന് അനുകൂലമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു എന്നതിന്റെ അങ്ങനെയുള്ള ഒരുപാട് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ മാധ്യമ ശ്രദ്ധയല്ല ഒരു സമരത്തിന്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത്
നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ട ഒന്നാണ്. മാധ്യമ ശ്രദ്ധ കൃത്യമായി മാധ്യമങ്ങൾ ആ സമരത്തെ ഏറ്റെടുക്കണം, മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകണം. പക്ഷെ അതിനപ്പുറത്തേക്ക് മാധ്യമ ശ്രദ്ധയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സമരത്തിൽ ഉന്നയിക്കുന്ന ആ വിഷയത്തിന്റെ അല്ലെങ്കിൽ ആ സമരത്തിൽ ഉന്നയിക്കുന്ന അവരുടെ ആവശ്യത്തിന്റെ ആ ആവശ്യത്തിന്റെ അവരുടേതായിട്ടുള്ള ആ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു മാധ്യമ ശ്രദ്ധയില്ലെങ്കിലും ആ സമരത്തിന് മുമ്പിൽ സർക്കാരുകൾക്ക് മുട്ടുമടക്കേണ്ടി വരും. ഒരു മാധ്യമ ശ്രദ്ധ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരങ്ങൾക്കെതിരെ മാധ്യമങ്ങളിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന എത്രയോ സമരങ്ങൾ എത്രയോ നാടുകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത്തരം സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ സമരങ്ങൾ പോലും ആ സമരങ്ങൾ വിജയിച്ചു വന്ന് അവിടുത്തെ ഭരണകൂടം ആ സമരങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആശാ വർക്കർമാരുടെ സമരത്തെ തിരസ്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് സാധ്യമല്ല. ഈ സർക്കാർ അവരുടെ ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടി വരും. കൃത്യമായി അതിനെ അഡ്രസ് ചെയ്യേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ സമരത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് മുമ്പിലില്ല. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അപ്പോഴും ുള്ള ചില ആളുകൾ കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും കാണുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മാത്രമാണ്. എന്തുകൊണ്ട് കേന്ദ്രത്തിന് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെ വേണം എന്നുള്ളത് മാധ്യമങ്ങളിലില്ല. താങ്കളെ പോലെ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്ന അറിയുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും അത്തരമൊരു അഭിപ്രായവും വരുന്നില്ല. അങ്ങനല്ല. ഈ സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ അവർ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ ഈ ആശാ വർക്കർമാരുടെ വിഷയം പാർലമെന്റിനകത്ത് കേരളത്തിലുള്ള UDF എംപിമാർ കൃത്യമായി ഒരുവിധം പെട്ട എല്ലാ എംപിമാരും കൃത്യമായി ആ വിഷയം ഉന്നയിച്ചു. ശ്രീ ഷാഫി പറമ്പിൽ കൃത്യമായി ഏറ്റവും ആദ്യം ഷാഫി പറമ്പിലാണ് ആശാ വർക്കർമാരുടെ വിഷയം പാർലമെന്റിനകത്ത് ശക്തമായി ഉന്നയിക്കുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലേക്ക് ആ വിഷയം പാർലമെന്റിനകത്ത് നമ്മൾ കണ്ടതാണല്ലോ. വളരെ ശക്തമായി അദ്ദേഹം ആ വിഷയം ഉന്നയിക്കുകയാണ്. അതിനുശേഷം ശ്രീ KC വേണുഗോപാൽ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. ആ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ പാർലമെന്റിനകത്ത് ഈ വിഷയം ഉന്നയിച്ച് ആ വിഷയത്തിൽ തീർപ്പുണ്ടാകണം, ആ വിഷയവുമായി ആശാ വർക്കർമാരുടെ ഓണററിയുമായി ബന്ധപ്പെട്ട അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വർധനവുണ്ടാകണം, അവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാവണമെന്ന് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഈ സമരത്തെ കൃത്യമായി അഡ്രസ് ചെയ്യുകയും എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷ ധർമ്മം കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ശക്തമായി ഈ വിഷയം ഉന്നയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പരമോന്നതമായ വേദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റിനകത്താണ്. ആ പാർലമെന്റിനകത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിധപ്പെട്ട എല്ലാ എംപിമാരും പാർലമെന്റിനകത്ത് ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് കേന്ദ്രവും സംസ്ഥാനം ഇതൊരു അജണ്ടയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു അജണ്ടയാണ്. ഞങ്ങളല്ല ഇത് ചെയ്യേണ്ടത്, ഇത് കേന്ദ്രമാണ് ചെയ്യേണ്ടത്. കേന്ദ്രത്തിൽ ഞങ്ങൾ കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കുന്നുണ്ട്, ഒന്നും കുടിശ്ശികയില്ല, ഇതിനി ചെയ്യേണ്ടത് കേരളമാണ് എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള ഒരു ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റൺ കൈമാറി കളിക്കുന്ന ഒരു രീതിയാണ് ഈ സമരവുമായി. ഇത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ്. കൃത്യമായി ഒരു ഗവൺമെന്റുകളും ഇതിനകത്ത് നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ കേരളത്തിൽ ഇന്ന് നമുക്ക് കാണുന്ന ഈ സമരം 50 ദിവസം പിന്നിടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഈ സമരത്തിനകത്തൊരു നിലപാടെടുത്താൽ ആ സമരം അവിടെ തീരും. കാരണം അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതമായ ആവശ്യങ്ങളാണ്. അവരാരും നാളെ അംബാനിയാകാനോ അദാനിയാവാനോ വേണ്ടി മത്സരിക്കുന്ന ആളുകളല്ലല്ലോ. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ഒരു 100 രൂപ കൂട്ടിത്തരണമെന്ന് പറയുന്നവന്റെ മുന്നിലേക്ക് ഇത് കേന്ദ്രമാണ് ചെയ്യേണ്ടത്, കേരളമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ബാലിശവാദമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ്, ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ PSC മെമ്പർമാരുടെ ശമ്പള വർധന ഒരു 100%വും 200%വും ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്? ഏത് സമരത്തിന്റെ പേരിലാണ്, ഏത് ആവശ്യത്തിന്റെ പേരിലാണ്? എന്തായിരുന്നു അതിനുള്ള സാധാരണമായ സാഹചര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പൊ PSC അംഗങ്ങളുടെ ഓണററിയും ശമ്പളവും ഒക്കെ ഇരട്ടി കണക്കിന് വർദ്ധിപ്പിക്കാൻ ഒരു മടിയും കൂടാതെ, ഒരു ആവശ്യവുമില്ലാതെ, ഒരു റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ വർദ്ധിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു സർക്കാർ എന്തുകൊണ്ടാണ് ഈ പാവങ്ങളെ കാണാത്തത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവിടെയാണ് പക്ഷേ ഗവൺമെന്റിന് മറുപടി പറയേണ്ടത്.
അങ്ങനെ നമ്മൾ പറയുമ്പോഴും PSCയുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയുന്ന ചില നിലപാടുകളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, നടപടികളുണ്ട്. പക്ഷെ ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഈ ഓണറേറിയവും അല്ലെങ്കിൽ ഈ ശമ്പളവും ഒക്കെ ഇവർ കേന്ദ്രത്തിന്റെ ഒരു സ്കീമിനകത്ത് വരുന്ന ആൾക്കാരല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പിന്നെ കേന്ദ്ര സ്കീമിനകത്ത് വരുന്ന ആളുകളാണ്. അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ജോലി എന്താണ്? ഇവർ ചെയ്യുന്ന ജോലി എന്താണ്? ഈ ആരോഗ്യ കേന്ദ്രങ്ങൾക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മുമ്പ് എങ്ങനെയായിരുന്നു ഈ സ്കീം നടപ്പിലാക്കിയത്? ഇപ്പൊ അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ മറ്റു ജോലിക്ക് പോകുന്ന ആളുകൾ, അത്തരം ആളുകൾ ഒഴിവു സമയത്ത് ആരോഗ്യ പ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വളരെ ചെറിയ ജോലികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഈ ആശാപ്രവർത്തനം എന്ന് പറയുന്നത്. ഇന്നത് മാറി. ഇന്നൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനകത്ത് എന്തെല്ലാം രാവിലെ 9 മണിക്ക് അവിടെ എത്തുന്ന ഒരു ആശാ വർക്കറെ വൈകിട്ട് 5 മണി കഴിഞ്ഞാലും പറഞ്ഞയക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ജോലി ഭാരം അവരെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ എവിടെയാണ് ഇവർ ജോലി ചെയ്യുന്നത്? ഇവർ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ മാത്രം ജോലി ചെയ്യുന്നവരല്ലല്ലോ. അപ്പൊ രണ്ട് ഗവൺമെന്റുകൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇവരെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കാം. ഈ ആരോഗ്യ കേന്ദ്രങ്ങൾക്കകത്തുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് എടുത്തു കൊടുത്ത് ഡോക്ടർ ലീവ് ആകുമ്പോൾ നിങ്ങൾ അത് പരിശോധിച്ചോളൂ എന്ന് മാത്രമാണ് ഇനി പറയാൻ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം ഇവരെ കൊണ്ട് ഒരു ആരോഗ്യ കേന്ദ്രത്തിനകത്ത് ഗവൺമെന്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഓണറേറിയം കൂട്ടണമെന്ന് പറയുമ്പോൾ മാത്രം അത് കേന്ദ്രത്തിന്റേതാണ്, അല്ലെങ്കിൽ അത് കേരളത്തിന്റേതാണെന്ന് പറയുന്ന ഈ ഈ ഈ പരസ്പരം പഴിചാരുന്ന ഈ സമീപനം നല്ലതല്ല. അത് ഒരു സമരത്തോടും ഒരു തൊഴിലാളികളോടും ഒരു ഗവൺമെന്റും ചെയ്തുകൂടാൻ പാടില്ലാത്തതെന്നുള്ളതാണ് ഉറച്ച നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. യെസ്, വ്യക്തമാണ് സാർ. ആശാ വർക്കർമാരുടെ സമരം 50-ാം ദിവസത്തിൽ എത്തുമ്പോഴും കേന്ദ്ര സർക്കാരുകളൊക്കെ കൈമലർത്തുകയാണ്. അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടുമില്ല. താങ്കളുടെ പോയിന്റുകൾ വ്യക്തമാണ്. താങ്ക് യു സോ മച്ച്.